വിശദമായ വാർത്തയിലേക്കാണ്. വിധവ പുനർവിവാഹിതയായാലും ആശ്രിത നിയമനത്തിനുള്ള അവകാശം നിഷേധിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. വിദ്യാഭ്യാസ വകുപ്പിലെ ആശ്രിത നിയമനം നിഷേധിച്ച എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ കാസർഗോഡ് സ്വദേശിന് സമർപ്പിച്ച ഹർജി അനുവദിച്ചാണ് കോടതിയുടെ ഉത്തരവ്. എയ്ഡഡ് സ്കൂളിൽ അസിസ്റ്റന്റായിരുന്ന ഭർത്താവ് മരിച്ച ഒഴിവിലാണ് ഹർജിക്കാരി നിയമനം തേടിയത്. 2017 സമർപ്പിച്ച അപേക്ഷയിൽ 2024 അനുയോജ്യമായ ഒഴിവ് വന്നത്. പുനർവിവാഹം ചെയ്തതിനാൽ 2023 സർക്കാർ ഉത്തരവ് ചൂണ്ടിക്കാട്ടി മാനേജ്മെന്റ് അവസരം നിഷേധിച്ചു. ആശ്രിതയായ വിധവയുടെ പുനർവിവാഹം അവരെ അയോഗ്യയാക്കുമോ എന്ന നിയമവശമാണ് കോടതി പരിശോധിച്ചത്. കേരള വിദ്യാഭ്യാസ ചട്ടം 51B പ്രകാരം ആശ്രിതയുടെ നിയമപരമായ ആനുകൂല്യം ഇല്ലാതാക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് എൻ നാഗരേഷിന്റേതാണ് ഉത്തരവ്. വിധവ പുനർവിവാഹിതയായാലും ആശ്രിത നിയമനത്തിനുള്ള അവകാശം നിഷേധിക്കാനാകില്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തി. വിദ്യാഭ്യാസ വകുപ്പിലെ ആശ്രിത നിയമനം നിഷേധിച്ച എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ കാസർഗോഡ് സ്വദേശിന് നൽകിയ ഹർജി അനുവദിച്ചാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. എയ്ഡഡ് സ്കൂൾ അസിസ്റ്റന്റായിരുന്ന ഭർത്താവ് മരിച്ച ഒഴിവിലാണ് ഹർജിക്കാരി നിയമനം നേടിയത്. 2017 സമർപ്പിച്ച അപേക്ഷയിൽ 2024 അനുയോജ്യമായ ഒഴിവ് വന്നത്. ഈ ഒഴിവിലേക്ക് തന്നെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പരാതിക്കാരി കോടതിയെ സമീപിച്ചത്. വിധവ പുനർവിവാഹിതയായാലും ആശ്രിതത്തിനുള്ള അവകാശം നിഷേധിക്കാനാകില്ലെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പാലക്കാട് കണ്ണാടി സ്കൂളിലെ വിദ്യാർത്ഥി ജീവനൊടുക്കി. വിളയന്നൂർ പാലാട്ട് വീട്ടിൽ ഗിരീഷ് ശ്രീത ദമ്പതികളുടെ മകൻ അഭിനവാണ് മരിച്ചത്. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഭിനവ്. വൈകിട്ടാണ് കുട്ടിയെ വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് കണ്ണാടി സ്കൂളിലാണ് വിദ്യാർത്ഥി ജീവനൊടുക്കിയിരിക്കുന്നത്. വിളയന്നൂർ പാലാട്ട് വീട്ടിൽ ഗിരീഷ് ശ്രീത ദമ്പതികളുടെ മകനായ അഭിനവിനെയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച അഭിനവ്. വൈകിട്ടാണ് കുട്ടിയെ വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി അഭിനവ് സ്കൂളിൽ പോയിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കഴിഞ്ഞ മാസം കണ്ണാടി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ പല്ലഞ്ചാത്തന്നൂർ സ്വദേശി അർജുൻ ജീവനൊടുക്കിയിരുന്നു. മരണത്തിൽ ആരോപണം ഉയർന്നതിന് പിന്നാലെ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ജീവനൊടുക്കിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അഭിനവ് സ്കൂളിൽ പോയിരുന്നില്ല. വീട്ടിലാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം എന്താണ് എന്നതും ഈ മരണത്തിൽ മറ്റ് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. പാലക്കാട് കണ്ണാടി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ച അഭിനവ്. വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അഭിനവിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി അഭിനവ് സ്കൂളിൽ പോയിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കഴിഞ്ഞ മാസം ഇതേപോലെ തന്നെ കണ്ണാടി സ്കൂളിലെ ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അർജുൻ ജീവനൊടുക്കിയിരുന്നു. മരണത്തിൽ ആരോപണം ഉയർന്നതിന് പിന്നാലെ അധ്യാപകർക്കെതിരെ അടക്കം നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ജീവനൊടുക്കിയിരിക്കുന്നത്. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ പിടിയിലായ വനിതാ ഡോക്ടർ ഷഹീൻ സായിദ് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅത്തുൽ മുഅ്മിനാത്തിന്റെ ഇന്ത്യയിലെ നേതാവാണെന്ന് പോലീസ്. 4 നഗരങ്ങളിൽ സ്ഫോടനം നടത്താനായി വൻ പദ്ധതിയാണ് ഇട്ടതെന്നും പോലീസ് കണ്ടെത്തി. അതായത് ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ആകെ ഞെട്ടിയ ഒരു സംഭവമായിരുന്നു ഡൽഹി സ്ഫോടനം. ചെങ്കോട്ടയ്ക്ക് സമീപമാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഇപ്പോൾ 32ഓളം കാറുകളാണ് ഈ സ്ഫോടനത്തിന് വേണ്ടി തയ്യാറാക്കിയതെന്നാണ് ഏറ്റവും സുപ്രധാനമായി പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. അതിൽ 4 കാറുകളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിലൊന്ന് ഇപ്പോൾ ആ i20 കാർ അന്ന് സ്ഫോടനത്തിൽ തകർന്ന കാറാണ്. ആ ഉമർ നബി എന്ന ആൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അദ്ദേഹം ചവറെ കൊല്ലപ്പെട്ട ഒരു i20 കാറാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഒരു ഫോർഡ് എക്കോസ്പോർട്ട് കാറാണ്. അതാണ് ഇപ്പോൾ അത് ഇന്നലെ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത് ഒരു ബ്രസ കാറാണ്. അത്
ഇന്ന് രാവിലെയാണ് ഇന്നാണ് അത് കണ്ടെത്തിയത്. ആ ബ്രസാക്കാർ അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഭീകര സംഘത്തിലെ വനിതാ ഡോക്ടറായ ഈ ഷഹീൻ സയ്യിദിന്റെ കാറാണ് അത്. അതായത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഈ സ്ഫോടന കേസുമായി ബന്ധമുള്ള ഈ ഷഹീൻ സയ്യിദിന്റെ കാറാണ് ഇപ്പോൾ ഇന്ന് രാവിലെ കണ്ടെത്തിയത്. ഷഹീൻ സയ്യിദ് എന്ന് പറയുന്നത് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅത്തുൽ മുഅ്മിനാത്തിന്റെ ഇന്ത്യയിലെ നേതാവാണെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ഭീകര സംഘടനയിലേക്ക് വനിതകളെ ചേർക്കുന്നതിന് നേതൃത്വം വഹിച്ച ഒരു വനിതാ ഡോക്ടറാണ് ഇവരെന്നും ഈ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ അനന്തരവന്റെ ഭാര്യ ആരിഫ ബീവിയുമായി ഷഹീന് ബന്ധമുണ്ടെന്ന കാര്യവും കൂടി പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ്. ഏതായാലും 32 കാറുകളാണ് ഈ സ്ഫോടനത്തിന് വേണ്ടി തയ്യാറാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 32 കാറുകൾ എന്തിനു വേണ്ടി തയ്യാറാക്കി, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇവർ സ്ഫോടനം നടത്താൻ ഉദ്ദേശിച്ചത് എന്നുള്ള സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിൽ 4 കാറുകളാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. അതിൽ ഒന്നാമത്തെ കാർ i20 ആണ്. അത് സ്ഫോടനത്തിൽ തകർന്നു. രണ്ടാമത്തെ കാർ എന്ന് പറയുന്നത് ഫോർഡ് SUV വിഭാഗത്തിൽപ്പെട്ട ഫോർഡിന്റെ ഇക്കോസ്പോർട്ട് എന്ന കാറാണ്. അത് ഇന്നലെ ചുവന്ന കാറാണ്. അത് ഇന്നലെ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തേത് ഒരു ബ്രസ കാറാണ്. അത് ഒരു സർവകലാശാലയ്ക്ക് സമീപത്താണ് ഇന്നാണ് കണ്ടെത്തിയത്. അത് ഈ സ്ഫോടനവുമായി ബന്ധമുള്ള ഈ ഒരു വനിതാ ഡോക്ടറുടെ ഉടമസ്ഥതയിലുള്ള കാറാണ്. അത്തരത്തിലുള്ള 32 കാർ, സ്വിഫ്റ്റ് ഡിസയർ ഉൾപ്പെടെയുള്ള കാറുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും വലിയൊരു സ്ഫോടന പരമ്പരയ്ക്ക് തന്നെയാണ് ഈ സംഘം ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇവർ ഈ ഡൽഹിയിലെ ഈ സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഉമർ നബി ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു എന്നുള്ളൊരു വാർത്ത ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു. ഇതൊക്കെ ആസൂത്രണത്തിന്റെ ഭാഗമാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ഡിസംബർ 6-നാണ് ഇവർ ശരിയായ ഒരു കൃത്യമായി സ്ഫോടനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഡിസംബർ 6 എന്നുള്ളൊരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഡിസംബർ 6. അപ്പോൾ അതിന് പ്രതികാരം എന്നോണം ഈ ഒരു ഇന്ത്യയിലൊട്ടാകെ ഒരു സ്ഫോടനം നടത്താൻ നീക്കമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഭീകര സംഘടനയുമായി ബന്ധമുള്ള ഒരു യുവതിയാണ് ഈ വനിതാ ഡോക്ടർ എന്നുള്ളതാണ്. അതായത് ഇവർ ഈ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട ഈ ഒരു പുൽവാമ ആക്രമണത്തിൻ്റെ സൂത്രധാരനെ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ അനന്തരവരുമായി ഈ വനിതാ ഡോക്ടർക്ക് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ഈ രാജ്യത്തെ നടുക്കിയ ഈ ഒരു സംഭവത്തിന് കൂടുതൽ അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഈ അന്വേഷണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ 32 കാറുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ഈ 32 കാറുകൾ എവിടെയൊക്കെയാണ് ഇവർ സ്ഫോടനം നടത്താൻ ഉദ്ദേശിച്ചത്, അതുമാത്രമല്ല ഈ കാറുകളിൽ സ്ഫോടക വസ്തുക്കളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ പിടികൂടിയ കാറിൽ നിന്നും അത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. കാരണം ഈ സ്ഫോടനവുമായി ബന്ധമുള്ളവർ സഞ്ചരിച്ചിരുന്ന കാറാണത്. ഈ കാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെയുള്ള ഭാഗത്താണ് തെരച്ചിൽ നടത്തിയത്. അവിടെ ആ തിരച്ചിൽ തുടങ്ങി അരമണിക്കൂറിനുള്ളിൽ തന്നെയാണ് കാർ കണ്ടെത്തിയിട്ടുമുണ്ട്. ഏതായാലും കൂടുതൽ അന്വേഷണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ്. ഇടവേളയ്ക്ക് ശേഷം മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ചേച്ചി, ഹൈടെക് വീടിന് ഹൈടെക് ടിവി. ഹ്യൂറിക്സോ? അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി. 4 വർഷം വാറണ്ടി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി, ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ടാ ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി. ഫ്രീ ആയിട്ട് സ്പീക്കറും ഉണ്ട്. വേണ്ടായിരുന്നു. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള ടിവി ആയിരുന്നു ഹ്യൂറിക്സ്. എന്നാ എനിക്കും വേണം ഒരെണ്ണം. സിമ്പിൾ അല്ലേ? cjsmart.tv വഴി വാങ്ങാം, അല്ലെങ്കിൽ CJ Smart ഷോപ്പിൽ നിന്നും വാങ്ങാം. ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി ബൈ CJ Smart. സ്കിൻ പ്ലോട്ട്, ചർമ്മ സംരക്ഷണത്തിന് ഒരു ഉത്തമ പ്രതിവിധി.
ഇനി കരുതാം ഒരു വീട്ടിലൊരു സ്കിൻ പ്രോട്ട്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. വാർത്തയിലേക്കാണ്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ പിക്കപ്പ് വാനിന് മുകളിലേക്ക് വീണ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ആലപ്പുഴ സ്വദേശി രാജേഷാണ് മരിച്ചത്. സംഭവത്തിൽ നിർമ്മാണ കമ്പനിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ദേശീയപാത അതോറിറ്റി പരിശോധനയ്ക്കായി വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് പുലർച്ചെയാണ് അരൂർ തുറവൂർ ഉയരപ്പാത മേഖലയിൽ പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗർഡർ വീണ് അപകടമുണ്ടായത്. സംഭവത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർ മരിക്കുന്ന നിലയിലേക്ക് അടക്കം പോയിരുന്നു. ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള രാജേഷാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 90 ടൺ ഭാരം വരുന്ന ഗർഡറുകളാണ് ഈ പിക്കപ്പ് വാനിന് മുകളിലേക്ക് വീണിട്ടുണ്ടായിരുന്നത്. 2 ഗർഡറുകളായിരുന്നു ഇത്തരത്തിൽ നിലം പതിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഗർഡർ പൂർണ്ണമായും പിക്കപ്പ് വാനിന് മുകളിലേക്കും മറ്റൊന്ന് ഭാഗികമായിട്ടുമായിരുന്നു വീണിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഏകദേശം 3 മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ഈ ഡ്രൈവറുടെ മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചിരുന്നത്. ഗർഡറിന്റെ ഒരു ഭാഗം ക്രെയിനുകൾ ഉപയോഗിച്ച് ഉയർത്തിയായിരുന്നു വാഹനം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. സംഭവത്തിന് പിന്നാലെ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണമാർഗം ഏർപ്പെടുത്തുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഏകദേശം പ്രധാനമായും ഈ അപകടത്തിന് കാരണം അനാസ്ഥ തന്നെയാണെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന കാര്യം. ഈ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത് ആദ്യമായി സംഭവിക്കുന്ന ഒരു അപകടമല്ല. ഉയരപ്പാത നിർമ്മാണം ആരംഭിച്ചത് മുതൽ തന്നെ നിരവധിയായിട്ടുള്ള അപകടങ്ങളാണ് ഈ സ്ഥലത്ത് തന്നെ നടന്നിട്ടുള്ളത്. ചെറുതും വലുതുമായിട്ടുള്ള ഏകദേശം 100ഓളം അപകടങ്ങൾ തന്നെ ഈ ഒരു ദേശീയപാതയിൽ തന്നെ നടന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. പ്രധാനമായും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഈ ഗർഡറുകളടക്കം തന്നെ സ്ഥാപിക്കുമ്പോൾ സ്ഥലത്ത് ഗതാഗത നിയന്ത്രണ മാർഗം ഏർപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഏർപ്പെടുത്തിയില്ലെന്നാണ് നാട്ടുകാരടക്കം പറയുന്ന ഒരു കാര്യം. കൂടാതെ തന്നെ ഈ കരാറ് കമ്പനിക്കാരോട് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് അടക്കം തേടിയിട്ടുണ്ട്. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഡെപ്യൂട്ടി കളക്ടർ അടക്കം സ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ ഒരു അപകടം തന്നെയാണ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ആദ്യമായല്ല ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ അപകടം തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഈ പണി നടക്കുന്ന സമയത്താണെങ്കിലും കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു നിർദ്ദേശങ്ങളോ നിയന്ത്രണങ്ങളോ ഒന്നും തന്നെ ഏർപ്പെടുത്താത്തത് മൂലമാണ് ഈ ഒരു അപകടം നടന്നതെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന കാര്യം. ഈ ഒരു അപകടത്തിന് പിന്നാലെ തന്നെ നിരവധിയായിട്ടുള്ള സംഘടനകൾ പ്രതിഷേധമായി രംഗത്ത് വരുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. നാട്ടുകാരടക്കം പ്രതിഷേധമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു അപകടം ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയില്ല, തങ്ങളുടെ ഈ ജീവന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വിവിധ സംഘടനകളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും പ്രതിഷേധമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ആദ്യം ഈ ഗർഡറുകൾ ഒരു അടുത്തടുത്താണ് സ്ഥാപിക്കുന്നത്. അതിനുശേഷമാണ് നിശ്ചിത അകലത്തേക്ക് നീക്കുക. ഈ നിശ്ചിത അകലത്തിലേക്ക് നീക്കുന്ന സമയത്താണ് ഈ ഗർഡർ താഴേക്ക് വീഴുകയും ഈ പിക്കപ്പ് വാനിന് മുകളിലേക്ക് വീഴുകയും അപകടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് രാജേഷ് എന്ന് പറയുന്ന ആലപ്പുഴ സ്വദേശി മരിക്കുകയും ചെയ്തിരുന്നത്. ഏകദേശം 3 മണിക്കൂറോളമായിരുന്നു ആ രാജേഷ് ആ ഗർഡറിനകത്തേക്ക് അകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 3 മണിക്കൂറിന് ശേഷമാണ് ആ ഗർഡർ മാറ്റിയതിനു ശേഷം രാജേഷിനെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിക്കുന്ന നിലയിലേക്ക് അടക്കം പോയിട്ടുണ്ടായിരുന്നു. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് സ്ഥലത്ത് ഇപ്പോഴും ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരാണെങ്കിലും വിവിധ സംഘടനകളാണെങ്കിലും പ്രതിഷേധമായി രംഗത്ത് വരുന്ന സാഹചര്യം തന്നെയാണ് നിലവിൽ ഇപ്പോഴും കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ സ്ഥലത്താണെങ്കിലും നാട്ടുകാർ പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു അനാസ്ഥ തന്നെയാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം അടക്കം ഉണ്ടാകുന്നു. ചേട്ടാ, ഈ ഒരു അപകടം ഇത് ആദ്യമായിട്ടല്ല, ഇപ്പോൾ ഈ ഒരു അപകടം ഈ സ്ഥലത്ത് തന്നെ നിരവധിയായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ? ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ് ഇതിൻ്റെ സംഭവിച്ചത്. പാവം പിടിച്ച തൊഴിലാളികൾ അവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ജീവിക്കാൻ വേണ്ടി ഉറക്കമുളച്ച് നെട്ടോട്ടം ചാടിയതാണ്. വന്ന ആളാണ് ഒന്നും അറിയാതെ മരണപ്പെട്ടു പോയത്. അതിൽ വലിയ വിഷമമുണ്ട്. ഇതിനു മുമ്പ് 6 പ്രാവശ്യം ഇവിടെ അപകടം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് അവരുടെ ആൾ തന്നെ ഒരു ബംഗാളി പയ്യനെ വെച്ച് അവിടെ മരിച്ചിട്ടുണ്ട്. കുറവൊരു ഭാഗം ഇവർ ചെയ്യുന്നത് കെയർലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് അതായത് മോശമായ കാര്യമാണ്. ഇത് ഈ പില്ലർ ഇതിൻ്റെ ഈ ഭാഗം പോർഷൻ വെച്ചിട്ട്
ഇവരങ്ങോട്ട് നീക്കുന്ന ഒരു പരിപാടിയുണ്ട്. കറക്റ്റ് പൊസിഷനിൽ ഇടാൻ വേണ്ടി നീക്കും. അപ്പോൾ ആ സമയത്ത് ബ്ലോക്ക് ചെയ്താൽ അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. ഇത് നീക്കുമ്പോൾ താഴോട്ട് വീണു. അപ്പോൾ ഒരു 2 പേരെ നിർത്തിക്കൊണ്ട് അവിടെ ബ്ലോക്ക് ചെയ്യും, 2 പേരെ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആൾക്കാരെ നിർത്തിക്കൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്താൽ അടുക്കി ഇട്ടതിന് ശേഷം വണ്ടി കടത്തി വിട്ടാൽ മതി. രാവിലെ 2:30 മണിക്കായിരുന്നു സംഭവം നടക്കണേ. 2:30 മണിക്ക് ഭയങ്കരമായ ശബ്ദമാണ് ഉണ്ടായത്. അപ്പോൾ ശബ്ദം കേട്ട് ഞാൻ ഡോറ് തുറന്ന് നോക്കിയപ്പോഴേക്കും ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കാറും ഇൻസുലേറ്റ് വണ്ടി നിർത്തിയിട്ടൊക്കെയുണ്ട്. അതിൻ്റെ ആക്സിഡൻറ്റ് ആകണമെന്നുള്ളത് എനിക്കറിയാതെ ഞാൻ തിരിച്ചാൻ പോയി. പക്ഷെ വീണ്ടും അവർ തമ്മിൽ എന്തോ ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കാനായിട്ട് വീണ്ടും ഞാൻ പുറത്തിറങ്ങി വന്നപ്പോഴേക്കാണ് ഇങ്ങനെ ഒരു കാഴ്ച. ഒരു പിക്കപ്പ് വാൻ്റെ മുകളിൽ ഒരു ഗർഡർ വന്ന് വീണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ തന്നെ ആ വണ്ടിയുടെ ആൾ ഓൾറെഡി ചെറിയ അനക്കം ഉണ്ടായിരുന്നു, ഡ്രൈവർക്ക് അനക്കം ഉണ്ടായിരുന്നു. പക്ഷേ 3.5 മണിക്കൂറോളം എടുത്തു ആളെ പുറത്തിറക്കണം. ആ സമയത്തുകൊണ്ട് ആൾ പോയായിരുന്നു. അപകടം ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ സേഫ്റ്റി കാര്യങ്ങളൊന്നുമില്ല, അതായത് നിയന്ത്രണങ്ങളൊന്നുമില്ല. ഇപ്പോൾ റോഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ അരൂർ തൊട്ടിട്ട് ചന്ദ്രൂർ, തുറവൂർ, ഇപ്പോൾ തുറവൂർ കുറച്ച് ഭാഗം ടാറിയിട്ടുണ്ട്. അരൂർ തൊട്ട് ചന്ദ്രൂർ വശം വരെ വളരെ മോശം, ചന്ദ്രൂർ എരമ്പലൂർ വശം വരെ വളരെ മോശമാണ്. പിന്നെ കുറേ വശങ്ങളൊക്കെ അവർ ടാർ ചെയ്ത് വരുന്നത്, തുറവൂർ വശമൊക്കെ ടാറിയിട്ടുണ്ട്. പക്ഷേ റോഡില്ലാത്തതാണ് മെയിൻ അപകടങ്ങൾക്ക് മെയിൻ കാരണം. ഇപ്പോൾ വഴി കാൽനട യാത്രക്കാർക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇവിടെ കുറേ സാധനങ്ങൾ ഇറക്കിയിട്ടേക്കണം, അപ്പുറത്ത് ഇറക്കിയിട്ടിരിക്കണം. ജനങ്ങൾക്ക് നടക്കാനുള്ള വഴിയില്ല. 2 വീലറുകാർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഈ സൈഡിലെ സാധനങ്ങളൊന്നും മാറ്റുന്നില്ല, ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. ഈ കുണ്ടും കുഴിയും തന്നെ അരൂരിൽ നിന്ന് തുറവൂർ വരെ 2 വീലർ ഓടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മഴക്കാലത്തിറങ്ങി നോക്കിയേ വേണ്ട. ഇവിടെ ഈ കാൽനട യാത്രക്കാർക്കാണെങ്കിലും നടക്കാനുള്ള സംവിധാനമൊന്നും ഇല്ല. അങ്ങനെയുള്ള സംഭവമില്ല. ഇത്തരത്തിൽ തന്നെയാണ് ഈ പണി നടക്കുന്നത് മൂലം തന്നെ ഈ കാൽനട യാത്രക്കാർക്കൊന്നും ഈ സ്ഥലത്തിലൂടെ നടക്കാൻ സാധിക്കാത്ത അവസ്ഥ തന്നെയാണുള്ളത്. എല്ലാ ഭാഗത്തും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഈ റോഡിന് ഇരുവശമാണെങ്കിലും ഈ പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ തന്നെയാണുള്ളത്. ഈ കാൽനട യാത്രക്കാരാണെങ്കിലും ഈ റോഡിലൂടെ തന്നെയാണ് നടക്കുന്നതെന്ന് തന്നെയാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും വലിയ ഒരു അനാസ്ഥ തന്നെയാണ് ഈ അധികൃതരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായതെന്ന് തന്നെയാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന കാര്യം. ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണത്തിനിടെ ഗർഡർ പിക്കപ്പ് വാന് മുകളിലേക്ക് വീണ് മരിച്ച ഡ്രൈവർ രാജേഷിന്റെ കുടുംബത്തിന് കരാർ കമ്പനിയും സർക്കാരും ധനസഹായം പ്രഖ്യാപിച്ചു. കരാർ കമ്പനിയായ അശോക ബിൽഡ്കോൺ ലിമിറ്റഡ് 25 ലക്ഷം രൂപ നൽകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും നൽകും. രാജേഷിന്റെ മരണാനന്തര ചടങ്ങുകൾക്കായി കരാർ കമ്പനി 40,000 രൂപ കുടുംബത്തിന് കൈമാറി. ആളുകളെ കൊല്ലുന്ന സംവിധാനമായി ദേശീയപാത നിർമ്മാണം മാറിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നിരുത്തരവാദപരമായി കേന്ദ്ര സർക്കാർ പെരുമാറുന്നത് അപലപനീയമാണ്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ചു. വിഷയത്തിൽ ഉന്നതതല അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതായും KC വേണുഗോപാൽ അറിയിച്ചു. ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് കേന്ദ്ര സർക്കാർ പെരുമാറുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ബഹുമാനപ്പെട്ട കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ട് സംസാരിച്ചു. ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ്. ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് വളരെ ഖേദപൂർവ്വം അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം വളരെ ക്ഷമ ചോദിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കാര്യത്തിൽ വളരെ ഗൗരവതരമായിട്ട് ഉന്നതതല അന്വേഷണം നടത്തും. ആ അന്വേഷണം നടത്തി കുറ്റക്കാർക്ക് നടപടി സ്വീകരിക്കും. നാളെ ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവാദപ്പെട്ട മെമ്പർ അവിടെ സന്ദർശിക്കും. അതുമായി ബന്ധപ്പെട്ട് കൂടും. ഇത് മുൻപ് സന്ദർശിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഞാൻ മന്ത്രിയോട് പറഞ്ഞു, ഇങ്ങനെ പതിവ് ഉറപ്പുകൾ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. സത്യത്തിൽ ഇത് ആളുകളെ കൊല്ലുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറുന്നത് ഏറ്റവും അപലപനീയമായ കാര്യമാണ്. അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണം മൂലമുണ്ടാകുന്ന അപകടം ഇതാദ്യമല്ല. ഇതുവരെ 50ഓളം ആളുകളാണ് ഉയരപാത നിർമ്മാണം തുടങ്ങിയ ശേഷം വിവിധ അപകടങ്ങളിൽ മരിച്ചത്. ഡിസംബറിലാണ് തുറവൂർ ആകാശപാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഉയരപാത. ആകാശപാതയുടെ പകുതിയോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ അന്നു മുതൽ ഇന്ന് വരെ വിവിധ അപകടങ്ങളിലായി ജീവൻ നഷ്ടമായത് 50ഓളം പേർക്കാണ്. ചെറുതും വലുതുമായ 100 കണക്കിന് അപകടങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട്.
അപകടങ്ങൾ തുടർക്കഥ തന്നെയാണ്. എന്ന് വെച്ചാൽ വികസനം സാധ്യമായല്ലേ പറ്റുള്ളൂ, വികസനം സാധ്യമാക്കിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാകും. അത് ഈ കോൺട്രാക്ടർമാരുടെ ഈ പണിക്കാരുടെയൊക്കെ അനാസ്ഥ കൊണ്ടുണ്ടായ അപകടങ്ങളാണ്. എന്താണെങ്കിലും ഒരു 5-6 മാസം ഈ പ്രശ്നങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് കോൺട്രാക്ടർമാരും ഇതുപോലെ വർക്ക് എടുക്കുന്ന ആൾക്കാരുമാണ്. അവരുടെ അനാസ്ഥ കൊണ്ട് സംഭവിക്കുന്നതാണ് കൂടുതൽ അപകടങ്ങൾ. സുരക്ഷയെക്കുറിച്ച് ഇവർക്ക് യാതൊരു ബോധവുമില്ല. ഇവിടെ മേളിലെ ഭീമുകളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ താഴത്തൂടെ ജനങ്ങൾ പോകുന്നു. അതിനുള്ള സുരക്ഷാകരമായിട്ട് കാര്യങ്ങളൊന്നും ഇവർ ചെയ്യുന്നില്ല. ഇവർ 2 തകടി കഷ്ണമോ ഒരു മഞ്ഞ ചുവപ്പോ ഒരു ബാറ്റും വെച്ച് തടസ്സം പോലെ ഇത് വെച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നു. കൂടുതലും ജോലിക്കാർ ശരിക്കും ഇതുപോലെ ഇതിൽ തടഞ്ഞു നിർത്തുകയും വാഹനങ്ങൾ തടഞ്ഞു പോകാനുള്ള സംവിധാനങ്ങളൊന്നും ഇവർ ചെയ്യുന്നു. റോഡിലെ കുഴിമൂലമുണ്ടായ അപകടങ്ങൾക്ക് പുറമെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കാതെ മരണപ്പെട്ടവരുടെ എണ്ണവും കൂടുതലാണ്. ആംബുലൻസുകളടക്കം കുടുങ്ങുന്ന സാഹചര്യവും നിരവധി തവണയുണ്ടായി. മേൽപ്പാലത്തിന്റെ നിർമ്മാണം കഴിഞ്ഞ ഭാഗത്തെ നിർമ്മാണ സാമഗ്രികൾ നീക്കാത്തത് മൂലം കാൽനട യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. കാൽനടക്കാർക്ക് മാത്രമല്ല, വണ്ടിക്ക് പോലും പോകാൻ പറ്റില്ല. 1 വേ ട്രാഫിക്കാണ് ഇവിടെ. ഈ കുറച്ച് നാളായിട്ട് ഇതിന്റെ പണി തുടങ്ങിയപ്പോൾ തൊട്ട് 1 വേ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം സേഫ്റ്റി ഓഫീസർമാർ ഇവർ കൃത്യമായിട്ട് പരിശോധന നടത്തുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മേളിൽ നിന്ന് പണിയെടുക്കുന്ന ഒരാളും ഹെൽമറ്റോ ബെൽറ്റോ ഷൂവോ ഒന്നും അവരുടെ ആവശ്യമായ സേഫ്റ്റി മെഷേഴ്സ് ഒന്നും അവർ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ശ്രദ്ധ വളരെ കുറവാണ്. നിർമ്മാണ സമയത്ത് കൃത്യമായ വാഹന നിയന്ത്രണം ഏർപ്പെടുത്താത്തതും അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. ഓഗസ്റ്റ് 17-നാണ് ഉയരപ്പാത മേഖലയിൽ ഗർഡർ ഉറപ്പിക്കാൻ ഉപയോഗിച്ച സ്കൈ ബീം നിലം പതിച്ചത്. സമീപത്ത് വാഹനങ്ങളോ യാത്രക്കാരോ ഇല്ലാതിരുന്നതിനാൽ അന്ന് വലിയ ദുരന്തം ഒഴിവായി. ഇവയ്ക്ക് പുറമെ ഉയരപ്പാത നിർമ്മാണം ആരംഭിച്ചത് മുതൽ തുടങ്ങിയ ഗതാഗത കുരുക്ക് അരൂർ മുതൽ തുറവൂർ വരെ ജനങ്ങളെ ബന്ദികളാക്കിയ അവസ്ഥയിലായിരുന്നു. 2026 ഫെബ്രുവരിയിലാണ് കരാർ പ്രകാരം നിർമ്മാണ കമ്പനിയുടെ കാലാവധി അവസാനിക്കുന്നത്. അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. PMശ്രീ പദ്ധതിയിൽ സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചതിന് പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണത്തിൽ CPIക്കും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. SSK ഫണ്ടിൽ നിന്ന് ഇനി ലഭിക്കാനുള്ള പണം ലഭിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം തനിക്കല്ലെന്നും അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോളണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. കത്തയച്ചത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന കണ്ടുവെന്നും കത്താരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമല്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് CPM-ന് നന്നായി അറിയാമെന്നും CPM-നെ അതാരും പഠിപ്പിക്കേണ്ടെന്നും ശിവൻകുട്ടി പറഞ്ഞു. SSKയുടെ ഫണ്ട് കിട്ടുമോ എന്ന് സംബന്ധിച്ചിടത്തോളം എനിക്ക് സംശയം ഉണ്ട്. SSKയുടെ 1500 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കില്ല. അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോ. PMC പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്തയച്ചത് LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവന കണ്ടു. ഇത് ആരുടെയും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും പ്രശ്നമൊന്നുമല്ല. ആരെങ്കിലും ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ്, വേറെ ഒരു കൂട്ടരുടെ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയം നന്നായി തന്നെ CPM-നും നന്നായി തന്നെ അറിയാം. ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് CPM പഠിക്കേണ്ട ഗതികേടൊന്നും CPM-ഇല്ല. RSSൻ്റെ വർഗീയ അജണ്ട സംരക്ഷിക്കുവാനും കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള നിലയിൽ ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രസ്താവന കണ്ടു. അത് ജനങ്ങളുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതൊന്ന് വിശദീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. മറ്റൊരു സുപ്രധാന വാർത്തയിലേക്കാണ് പോകുന്നത്. എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ടൊറന്റോയിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന വിമാനത്തിനാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത്. വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ യാത്രക്കാർ സുരക്ഷിതരാണ്. ബോയിങ് A1188 എന്ന വിമാനത്തിനാണ് ബോംബ് ഭീഷണി. എയർ ഇന്ത്യ വിമാനത്തിനാണ് ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ടൊറന്റോയിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന വിമാനത്തിനാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം ലഭിച്ചത്. വിമാനം ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. യാത്രക്കാരടക്കം സുരക്ഷിതരാണ്.
എയർ ഇന്ത്യയുടെ ബോയിങ് A1188 എന്ന വിമാനത്തിനാണ് ഇപ്പോൾ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ടൊറന്റോയിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന വിമാനത്തിലായിരുന്നു ഭീഷണി സന്ദേശം ഉണ്ടായത്. വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ യാത്രക്കാരടക്കം സുരക്ഷിതരാണ്. പരിശോധന നടക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. എയർ ഇന്ത്യ ബോയിങ് A1188 എന്ന വിമാനത്തിനായിരുന്നു ബോംബ് ഭീഷണി. എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി ഉണ്ടാകുന്നത് തുടർക്കഥയാകുകയാണ്. ഇപ്പോൾ ഒരിക്കൽ കൂടി ആ വാർത്ത തന്നെ പുറത്തു വരുന്നു. എയർ ഇന്ത്യ വിമാനത്തിനാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ബോയിങ് A188 എന്ന വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്നാണ് അറിയാൻ സാധിക്കുന്ന വിവരം. ഇപ്പോൾ വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തിട്ടുണ്ട്. സുരക്ഷാ പരിശോധനയെല്ലാം നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എയർ ഇന്ത്യയുടെ ബോയിങ് A188 എന്ന വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉണ്ടായി എന്നൊരു വാർത്ത പുറത്തു വരുന്നത്. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. വിമാനം അടിയന്തരമായി ഡൽഹി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പരിശോധന തുടരുകയാണ്. മഹേഷ് ബാബുവിനെ നായകനാക്കി SS രാജമൗലി ഒരുക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിലെ പ്രിയങ്ക ചോപ്രയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ചിത്രത്തിൽ മന്ദാകിനി എന്ന കഥാപാത്രത്തെയാണ് പ്രിയങ്ക അവതരിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ ഇന്ത്യൻ സിനിമയെ പുനർനിർവചിച്ച വനിത. തിരികെ സ്വാഗതം. മന്ദാകിനിയായുള്ള നിങ്ങളുടെ വേഷപ്പകർച്ച കാണാൻ അക്ഷമനായി കാത്തിരിക്കുന്നു എന്ന കുറിപ്പോടെയാണ് രാജമൗലി ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത്. നായകനാകുന്ന ആദ്യ ചിത്രത്തിൽ തമിഴ് സംവിധായകൻ ലോകേഷ് കനകരാജന്റെ പ്രതിഫലം 35 കോടി എന്ന റിപ്പോർട്ട്. അരുൺ മതീശ്വരൻ സംവിധാനം ചെയ്യുന്ന റൊമാന്റിക് ആക്ഷൻ ത്രില്ലർ ചിത്രം DC-യിലാണ് ലോകേഷ് നായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. ഒരു കന്നി നായകന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയായാണ് ലോകേഷിന്റെ പ്രതിഫലമെന്നാണ് റിപ്പോർട്ടുകൾ. ഭാവന, റഹ്മാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന അനൂപി എന്ന ചിത്രത്തിലെ ഭാവനയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. സാറ ഫിലിപ്പ് എന്ന കഥാപാത്രമായാണ് താരം ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. സയൻസ് ഫിക്ഷൻ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിലെത്തുന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് റിയാസ് മാരാത്താണ്. വിഷ്ണു അഗസ്ത്യ, ബിനു പപ്പു, ഷെബിൻ വിൻസെന്റ്, അർജുൻ ലാൽ, ദൃശ്യ രഘുനാഥ് തുടങ്ങിയവരാണ് ചിത്രത്തിന്റെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. T-Series, പനോരമ സ്റ്റുഡിയോസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അരുൾനിധിയും മമത മോഹൻദാസും പ്രധാന വേഷങ്ങളിലെത്തുന്ന മൈ ഡിയർ സിസ്റ്റർ എന്ന തമിഴ് ചിത്രത്തിലെ ടൈറ്റിൽ പ്രൊമോ വീഡിയോ പുറത്തിറങ്ങി. പ്രഭു ജയറാം രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം പാഷൻ സ്റ്റുഡിയോസ്, ഗോൾഡ് ഡയമണ്ട്സ് എന്ന പ്രൊഡക്ഷനുകളുടെ ബാനറിൽ സുധർ സുന്ദരവും മനീഷ് ഷായും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ചിത്രം 2026 ആദ്യ പകുതിയോടെ തിയേറ്ററുകളിലെത്തും. ദിലീപിനെ നായകനാക്കി ജഗൻ ഷാജി കൈലാസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം തൊടുപുഴയിൽ ആരംഭിച്ചു. ദിലീപ് 152 എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ രചന വിപിൻ ബാലചന്ദ്രനാണ് നിർവഹിച്ചിരിക്കുന്നത്. ഉർവശി തിയേറ്റേഴ്സും കാക്ക സ്റ്റോറീസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി തള്ളി. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. മിനിറ്റ്സ് തിരുത്തിയ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയശ്രീ സ്വർണ്ണപ്പാളികൾ കൈമാറിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ശില്പങ്ങളുടെ പാളികൾ കൊടുത്തുവിടാൻ ഒത്താശ ചെയ്തുവെന്ന അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ശാരീരിക അവശതകൾ ചൂണ്ടിക്കാട്ടിയാണ് ജയശ്രീ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. ജാമ്യാപേക്ഷ തള്ളിയതോടെ ജയശ്രീയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. അതേസമയം കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് വീണ്ടും നോട്ടീസ് നൽകും. നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയപ്പോൾ പത്മകുമാർ സാവകാശം തേടിയിരുന്നു. ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുമതി നൽകി. ഈ മാസം 17-ന് ഉച്ചപൂജയ്ക്ക് ശേഷം അന്വേഷണ സംഘത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കാം. ശ്രീകോവിലിന്റെ കട്ടിളപ്പാളികൾ, ദ്വാരപാലക ശില്പം എന്നിവിടങ്ങളിലെ സ്വർണ്ണപ്പാളികളിലാണ് ശാസ്ത്രീയ പരിശോധന നടത്തുക. എത്ര സ്വർണ്ണമാണ് മോഷണം പോയതെന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് ശാസ്ത്രീയ പരിശോധന. 2019-ൽ സ്വർണം, പുതിയ ദ്വാരപാലക ശില്പങ്ങൾ, വാതിൽപ്പാളികൾ തുടങ്ങിയവയുടെ സാമ്പിളുകൾ ശേഖരിക്കണം. അതോടൊപ്പം 1998-ൽ വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞതിന്റെ സാമ്പിളും എടുത്തു പരിശോധിക്കണം തുടങ്ങിയവയായിരുന്നു SITയുടെ ആവശ്യം.
സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെക്കണമെന്ന സർക്കാരിന്റെ ഹർജിയിൽ ഇടപെടാതെ ഹൈക്കോടതി. സുപ്രീംകോടതിയെ സമീപിക്കുന്നതാവും ഉചിതമെന്ന ഹർജി പരിഗണിച്ച ജസ്റ്റിസ് VG അരുൺ നിരീക്ഷിച്ചു. മറ്റ് സംസ്ഥാനങ്ങളുടെ ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും SIR-ഉം ഒരുമിച്ച് ബുദ്ധിമുട്ടാണെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം കോടതി കണക്കിലെടുത്തില്ല. ഹർജിയെ കേന്ദ്ര സർക്കാർ കോടതിയിൽ എതിർത്തു. SIR നവംബർ 4 തുടങ്ങിയെന്നും ഇടയ്ക്ക് മാറ്റിവെച്ചാൽ പ്രതിസന്ധി ഉണ്ടാവുമെന്നും കേന്ദ്രം ബോധിപ്പിച്ചു. മറ്റ് 11 സംസ്ഥാനങ്ങളിൽ SIR തുടരുകയാണ്. കേരളത്തിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്നും കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി വ്യക്തമാക്കി. ഹർജിയിൽ നാളെ വിധി പറയും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മുൻ ACP TK രത്നകുമാർ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ കോട്ടൂർ വാർഡിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് അദ്ദേഹം മത്സരിക്കുക. LDF-ന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹമെന്നാണ് ലഭിക്കുന്ന വിവരം. ജീവനൊടുക്കിയ കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥനായിരുന്നു TK രത്നകുമാർ. കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം ഈ വർഷം മാർച്ചിലായിരുന്നു അദ്ദേഹം വിരമിച്ചത്. ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ഉൾപ്പെടുന്ന കോട്ടൂർ സ്വദേശിയാണ് രത്നകുമാർ. നിലവിൽ കണ്ണൂരിലാണ് താമസിക്കുന്നത്. CPM-ന്റെ ശക്തി കേന്ദ്രമാണ് കോട്ടൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ് മത്സരിക്കും. കോട്ടയം നഗരസഭയിലെ തിരുനക്കര വാർഡിൽ LDF സ്ഥാനാർത്ഥിയാകും. നഗരസഭയിൽ NCPക്ക് തിരുനക്കര സീറ്റ് മാത്രമാണ് നൽകിയത്. മഹിളാ കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന ലതിക സുഭാഷ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വിടുകയായിരുന്നു. തുടർന്ന് NCPയിൽ ചേരുകയായിരുന്നു. നേരത്തെ കോട്ടയം നഗരസഭാ അധ്യക്ഷനായിരുന്നു ലതിക സുഭാഷ്. കോഴിക്കോട് കോർപ്പറേഷൻ കോൺഗ്രസ് രണ്ടാംഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. രണ്ടാം ഘട്ടത്തിൽ 15 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. സംവിധായകൻ VM വിനു കല്ലായിലാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് PM നിയാസ് എന്നിവരും മത്സരിക്കും. കോർപ്പറേഷൻ കക്ഷി നേതാവ് ശോഭിതയ്ക്ക് സീറ്റില്ല. അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികളെ മറ്റന്നാൾ പ്രഖ്യാപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങി കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്ത. ചൊവ്വന്നൂർ ഡിവിഷനിൽ നിന്നുമാണ് സുജിത്ത മത്സരിക്കുന്നത്. പോലീസ് അതിക്രമങ്ങൾക്കെതിരായുള്ള ജനവിധി തേടിയാണ് താൻ മത്സരിക്കുന്നതെന്നും ജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സുജിത്ത പറഞ്ഞു. തൃശൂർ കോർപ്പറേഷനിലെ മുൻ BJP കൗൺസിലർ CPIയിൽ ചേർന്നു. കുട്ടൻകുളങ്ങര ഡിവിഷൻ കൗൺസിലറായിരുന്ന ലളിതാംബികയാണ് CPIയിൽ ചേർന്നത്. CPI തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ലളിതാംബികയ്ക്ക് സ്വീകരണം നൽകി. മുൻ മന്ത്രി VS സുനിൽകുമാർ, P ബാലചന്ദ്രൻ MLA, KK വത്സരാജ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലളിതാംബിക LDF-നായി മത്സരിക്കും. എറണാകുളം കൂത്താട്ടുകുളം നഗരസഭ CDS ചെയർപേഴ്സൺ ദീപ ഷാജി LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന ദീപ ഷാജി ഇത്തവണ 20ാം ഡിവിഷനിലാണ് മത്സരിക്കുക. കുടുംബശ്രീ അംഗങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കലാരാജുവിനെ നഗരസഭാ ചെയർപേഴ്സണാക്കിയ UDF നിലപാടിലും തട്ടിയെടുത്ത പണം മടക്കി നൽകാത്തതിലും പ്രതിഷേധിച്ചാണ് ദീപ ഷാജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത്. മത്സരിക്കുന്ന അത് LDF-നൊപ്പമാണ്. മാറാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തിക പ്രശ്നം മൂലം നമ്മൾ പലതവണ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ കലാരാജുവിനോട് ആ കുടുംബശ്രീക്കാർക്ക് വേണ്ടി സഹായിക്കാനായിട്ട് അവരുടെ പൈസ അടയ്ക്കാനായിട്ട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും കലാരാജു അത് അടച്ചില്ല. അപ്പം അന്നിരുന്ന മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവനും വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരും സംസാരിച്ചാണ്. പക്ഷേ പുള്ളിക്കാരി ഇതുവരെ പൈസ അടച്ചിട്ടില്ല. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ച തിരുവനന്തപുരം ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകനെ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തിരുവനന്തപുരം കോർപ്പറേഷൻ ചെമ്പഴന്തി വാർഡിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ആനി അശോകൻ ആരോപണം ഉന്നയിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ BJP-യുമായി ഡീൽ ഉണ്ടാക്കിയെന്നായിരുന്നു ആനി അശോകന്റെ ആരോപണം.
ചെമ്പഴത്തി വാർഡിൽ CPM വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും ആനി അശോകൻ പ്രഖ്യാപിച്ചിരുന്നു. വാർത്തയിലേക്കാണ്. ആലപ്പുഴ ചേർത്തല വാർനാട് യുവജന സംഘടനയായ സിയാസ്കിന്റെ നേതൃത്വത്തിൽ ഓൾ കേരള നൈറ്റ് കൗണ്ടി ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 18, 19, 20, 21 തീയതികളിലാണ് മത്സരങ്ങൾ നടക്കുക. കേരളത്തിലെ 20 ഫ്രാഞ്ചൈസികളിൽ നിന്നായി 260 കായിക പ്രതിഭകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. നിയമം പാലിക്കേണ്ടവർ തന്നെ നിയമം ലംഘിക്കുന്നതായി പരാതി. മോട്ടോർ വാഹന വകുപ്പിന്റെ ഇന്റർസെപ്റ്റർ വാഹനത്തിന് ഇൻഷുറൻസും ടാക്സും ഇല്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തിയ യുവാവിന്റെ ആരോപണം. പെട്ടെന്നൊരു വണ്ടി വന്ന് വില കിട്ടു, സൈഡാക്കാൻ പറഞ്ഞപ്പോൾ സൈഡാക്കി. ലൈസൻസ് ഉണ്ടോ ചോദിച്ചു. ആ ലൈസൻസ് ഉണ്ട്, അതിനെ കാണിട്ട് കാണും. അങ്ങനെ ലൈസൻസും കാണിച്ചു കൊടുത്തു. അതിൽ പിന്നെ ഒരു വണ്ടി നമ്പറും ഒക്കെ നോട്ട് ചെയ്ത് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അതിന് ഒരു ഫൈൻ ഇട്ടു. ഫൈൻ എത്ര ചോദിച്ചപ്പോൾ 3000 റുപ്യാണ് പറഞ്ഞു. ബസ് ഡ്രൈവറായ ചുങ്കത്ര സ്വദേശി സനൂപിനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പിടി വീണത്. ജോലി കഴിഞ്ഞ് ബൈക്കിൽ രാത്രി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ബൈക്ക് തടഞ്ഞ് രേഖകൾ ആവശ്യപ്പെട്ട് പരിശോധന നടത്തുകയായിരുന്നു. ബുധനാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയതോടെ ഫൈൻ ഈടാക്കി. ജോലിയൊക്കെ കഴിഞ്ഞുകൊണ്ട് പോകുമ്പോൾ വേക്കുന്നൊരു വണ്ടി ഫ്രണ്ടിൽ നിന്നൊരു ബലം കിട്ടും. അപ്പോൾ പോകുമ്പോൾ ആർടിഒൻ്റെ വണ്ടിയേന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞങ്ങളോട് പേപ്പർ എടുക്കുകയായിരുന്നു. പിന്നെ ലൈസൻസും ചോദിച്ചു. ലൈസൻസും കൊടുത്തു. വണ്ടി നമ്പറും ഇതൊക്കെ നോട്ട് ചെയ്ത് സ്കാൻ ചെയ്ത് അതിലാണ് പോലെ ഇൻഷുറൻസ് ഇല്ലായിരുന്നു. ഇൻഷുറൻസ് തെറ്റിയത് നമുക്ക് അറിയില്ലായിരുന്നു. അതിന് പോലെ ഫൈൻ ഇട്ടു. ഫൈൻ എത്ര ചോദിച്ചപ്പോൾ 3000 റുപ്യാണ് പറഞ്ഞു. ഞങ്ങൾ ആർടിഒൻ്റെ സൈറ്റിൽ പോയിട്ട് ഓല ഇത് നോക്കി. ഇൻഷുറും ഇല്ല, ടാക്സും ഇല്ല. വീഡിയോ എടുത്ത് അതിലോലോട് പറഞ്ഞപ്പോൾ ഓല് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളി അങ്ങനെ തർക്കുത്തരം പറഞ്ഞു. ഓല് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഞങ്ങളോട് ഭീഷണിയൊക്കെ ഭീഷണിപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓല് പിന്നെ വീഡിയോ എടുത്ത് ഇതായി കണ്ടപ്പോൾ ഓല് എളുപ്പം ഡോറടിച്ച് അങ്ങനെ പോയി. അപ്പോൾ തന്നെ സനൂപ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ആപ്ലിക്കേഷൻ വഴി ഇന്റർസെപ്റ്റർ വാഹനത്തിന്റെ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ അവരുടെ വാഹനത്തിനും ഇൻഷുറൻസും ടാക്സും ഇല്ലെന്ന് കണ്ടെത്തി. ഇക്കാര്യം ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം ധിക്കാരപരമായതായിരുന്നു. സംഭവം സനൂപ് മൊബൈൽ ഫോണിൽ പകർത്തി. ഞാൻ കൊടുത്തോളാം. അല്ല, ഞമ്മക്ക് ഇൻഷുറൻസ് ഇല്ല. നല്ല പണി ഞാൻ തരാട്ടാ. ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലട്ടാ. നേരെ കണ്ടോളി. സംഭവത്തിൽ എടക്കര പോലീസിലും RTA കമ്മീഷണർക്കും സനൂപ് പരാതി നൽകി. വാഹനം വ്യക്തിയുടെ ആയാലും സർക്കാരിന്റെ ആയാലും രേഖകൾ വേണമെന്നാണ് വ്യവസ്ഥ. ജനങ്ങൾ നിയമം പാലിക്കുമ്പോൾ അതേ ഉത്തരവാദിത്തം വകുപ്പിനും വേണമെന്നാണ് സനൂപിന്റെ വാദം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം. കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രിയിൽ നവംബർ 16 സമഗ്ര ഡയബറ്റിക് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പ്രമേഹം ശരിയായി മനസ്സിലാക്കിയാൽ മാത്രമേ അത് പൂർണ്ണ നിയന്ത്രണത്തിലാക്കുവാൻ സാധിക്കൂ എന്ന സന്ദേശം ഉയർത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നവംബർ 16 രാവിലെ 9 മുതൽ വൈകിട്ട് 3 വരെ ക്യാമ്പ് ഉണ്ടാകും. RBS പരിശോധന, ക്രിയാറ്റിനിൻ പരിശോധന, LDL കൊളസ്ട്രോൾ പരിശോധന, ഡയറ്റീഷ്യൻ കൺസൾട്ടേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ക്യാമ്പിൽ ലഭ്യമാകും. 599 രൂപയാണ് ഫീ. ക്യാമ്പിൽ പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ്, ജനറൽ ഫിസിഷ്യൻ, ഡയറ്റീഷ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ സമഗ്രമായ പരിശോധനകളും വ്യക്തിഗത കൺസൾട്ടേഷനുകളും ഒരുക്കും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മുൻഗണന. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ ചൊല്ലി വിവാദം പുകയുകയാണ്. കോൺഗ്രസ് വാർഡിൽ സ്ഥിതി ചെയ്തിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം CPI വാർഡിലേക്ക് മാറ്റിയതാണ് വിവാദത്തിന് വഴിയൊരുക്കിയത്. ഇതോടുകൂടി രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി പാർട്ടി പ്രവർത്തകരും രംഗത്ത് വന്നു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് 3ാം വാർഡിലെ ചാറൽമേട്ടിലേക്ക് മാറ്റിയത്. 2, 3, 4 വാർഡുകളിലെ ജനങ്ങളെ ആശ്രയിച്ചിരുന്ന കൈലാസപ്പാറ സബ് സെന്ററാണ് പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും സഹകരണത്തിൽ പുതുതായി നിർമ്മാണം പുരോഗമിക്കുന്നത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 27 ലക്ഷം രൂപയും ആരോഗ്യവകുപ്പ് 54 ലക്ഷം രൂപയും മുടക്കി 81 ലക്ഷം രൂപയ്ക്കാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. CPI മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സുരേഷ് പള്ളിയാടിയുടെ വാർഡിലാണ് പുതിയ കെട്ടിടം വരുന്നത്. ഇതോടുകൂടിയാണ് രാഷ്ട്രീയ വിവാദത്തിന് തുടക്കമായതും. മൈനർ സിറ്റിയിൽ ആരംഭിക്കുന്ന ആശുപത്രിയുടെ സേവനം 2, 4 വാർഡുകളിലെ ജനങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകരടക്കം രംഗത്ത് വന്നിട്ടുള്ളത്. അത് മഞ്ഞപ്പെട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകൾ അവിടെ നിന്ന് മാറാതിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതായിരുന്നു. മെമ്പർമാർ ഇടപെടാത്തത് കൊണ്ടാണല്ലോ
ഈ മാറ്റം വന്നത്. അത് ഇടപെടേണ്ടതായിരുന്നു അവിടെ നിന്ന് മാറാതിരിക്കാൻ വേണ്ടി. അതേസമയം പുതിയ ആശുപത്രിയെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും മഞ്ഞപ്പെട്ടിയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി അവിടെ തന്നെ നിലനിർത്തണമെന്ന ആവശ്യമാണ് BJP ഉയർത്തുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് കിട്ടേണ്ട സേവന പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇല്ലാതായിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥാപനം അവിടെ നിലനിർത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ പാർലമെന്റിലും ഈ സ്ഥാപനം പുതിയ സ്ഥാപനം തുടങ്ങുന്നതോടൊപ്പം തന്നെ മഞ്ഞപ്പെട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനം അവിടെ തന്നെ തുടർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ട നടപടി ഉണ്ടാവണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. എന്നാൽ ചാറൽമേട്ടിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകും ആശുപത്രി എന്നാണ് LDF പ്രവർത്തകർ പറയുന്നത്. നാട്ടിലെ ജനങ്ങൾക്ക് ഒട്ടനവധി പുരോഗതിയും ആശ്വാസവും ഏകുന്ന പദ്ധതിയാണ് ഈ ആശുപത്രി. സമയബന്ധിതമായി ഇത്രയും പണി പൂർത്തീകരിച്ചു. ഇതിപ്പോൾ ഏത് ഭരണസമിതി ഉദ്ഘാടനം ചെയ്താലും ഈ നാടിന് പ്രയോജനമാകും. സുരേഷ് മാത്യു പള്ളിയാടിയുടെ ഇച്ഛാശക്തിയുടെയും പ്രവർത്തനത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അതേസമയം യാതൊരുവിധ കൂടിയാലോചനകളുമില്ലാതെയാണ് ആശുപത്രി മാറ്റിയതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. എന്താണെങ്കിലും ഇത്തവണത്തെ ഇലക്ഷനിൽ ഈ വിഷയം ചർച്ചയാകുമെന്നാണ് സൂചന. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. കുടപ്പനക്കുന്ന് മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടെക്നോ ഫെസ്റ്റിന് നവംബർ 13 തുടക്കം കുറിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും VSSC സെക്ഷൻ ഹെഡുമായ രാജ്കുമാർ AR ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ അരുൺ രാജ് മാനുവൽ, അസിസ്റ്റന്റ് മാനേജർ റവറന്റ് ഫാദർ ആന്റണി കുരിശിങ്കൽ, സ്കൂൾ പ്രിൻസിപ്പൽ രാജു D മൊറായിസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നവംബർ 13, 14 ദിവസങ്ങളായി നടക്കുന്ന മേളയിൽ കേരളത്തിലെ മികച്ച സ്ഥാപനങ്ങളായ LPSC, വലിയമല, KCB, മെഡിക്കൽ കോളേജ്, ഫയർ ആൻഡ് റെസ്ക്യൂ എന്നീ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും ന്യൂമിസ്മാറ്റിക്സ്, ഫിലാറ്റലി, റോബോട്ടിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ശാസ്ത്ര സാങ്കേതിക ഭാഷാ മേഖലയിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ കഴിവ് തെളിയിക്കുന്ന പ്രദർശനങ്ങളും കാണാൻ കഴിയും. തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം ദേശീയപാതയിൽ ഇറക്കി. സേലത്തു നിന്നുള്ള പരിശീലന പറക്കലിനിടെയാണ് തകരാർ നേരിട്ടത്. തുടർന്ന് പുതുക്കോട്ട തിരുച്ചിറപ്പള്ളി ദേശീയപാതയിൽ ഇറക്കുകയായിരുന്നു. ലാൻഡിങ്ങിനിടയിൽ വിമാനത്തിന്റെ മുൻഭാഗം തകർന്നെങ്കിലും പൈലറ്റുമാർക്ക് പരിക്കുകളില്ല. വ്യോമസേന അധികൃതരും സാങ്കേതിക വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സെസൻ വിഭാഗത്തിൽപ്പെട്ട ചെറു വിമാനമാണിത്. മൂടൽമഞ്ഞ് നീങ്ങിയതോടെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിർത്തിവെച്ച സർവീസുകൾ പുനരാരംഭിച്ചു. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് കുവൈറ്റിലേക്കുള്ള വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. വഴിതിരിച്ചുവിട്ട വിമാനങ്ങളും കുവൈറ്റിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. വിമാനത്താവളത്തിന് ചുറ്റും മൂടൽമഞ്ഞ് നിറഞ്ഞതിനാൽ ദൃശ്യപരത 100 മീറ്ററിൽ താഴെയായി കുറഞ്ഞിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കൊല്ലത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ DCC നേതൃത്വത്തിനെതിരെ പ്രതിഷേധവുമായി KSU എത്തിയിരിക്കുന്നു. KSU പ്രവർത്തകർ DCC ഓഫീസിലെത്തിയാണ് പ്രതിഷേധിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണിച്ചെന്നാണ് KSUവിന്റെ ആരോപണം. ചിലരുടെ താൽപര്യങ്ങൾക്ക് DCC പ്രസിഡന്റ് വഴങ്ങുന്നുവെന്നും പ്രവർത്തകർ ആരോപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൊല്ലത്ത് സ്ഥാനാർത്ഥി നിർണയത്തിലാണ് DCC നേതൃത്വത്തിനെതിരെ KSU പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. KSU പ്രവർത്തകരാണ് DCC ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ KSUവിനെ അവഗണിച്ചു എന്നാണ് KSUവിന്റെ ആരോപണം വന്നിരിക്കുന്നത്. ചിലരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി DCC പ്രസിഡന്റ് വഴങ്ങുന്നു എന്നാണ് പ്രവർത്തകരുടെ ആരോപണം. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. DCC നേതൃത്വത്തിനെതിരെയാണ് KSU പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓഫീസിലെത്തിയാണ് ഇത്തരത്തിൽ KSU പ്രവർത്തകർ പ്രതിഷേധിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അവഗണിച്ചെന്നാണ് KSUവിന്റെ ആരോപണം ഉണ്ടായിരിക്കുന്നത്. ചിലരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി DCC പ്രസിഡന്റ് വഴങ്ങുന്നുവെന്നാണ് KSU ആരോപിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. കൊല്ലത്താണ് DCC ഓഫീസിനെതിരെ KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണിച്ചെന്നാണ് KSUവിന്റെ ആരോപണം ഉണ്ടായിരിക്കുന്നത്. DCC പ്രസിഡന്റ്
ചിലരുടെ മാത്രം താല്പര്യങ്ങൾക്ക് വേണ്ടി വഴങ്ങുന്നുവെന്നാണ് KSU പ്രവർത്തകർ ആരോപിക്കുന്ന ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ കൊല്ലത്താണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട DCC നേതൃത്വത്തിനെതിരെ KSU ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. DCC ഓഫീസിലേക്കായിരുന്നു ഇത്തരത്തിൽ KSUവിന്റെ ഒരു പ്രതിഷേധം ഉണ്ടായത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് എത്തിച്ചത്. ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ 2 മത്സരങ്ങൾ മാറ്റി. ഇന്ന് റാവൽപിണ്ടിയിൽ നടക്കാനിരിക്കുന്ന മത്സരമാണ് മാറ്റിയത്. പാകിസ്ഥാനിൽ കളിക്കാനില്ലെന്ന് 8 ശ്രീലങ്കൻ താരങ്ങൾ പറഞ്ഞു. ഇസ്ലാമാബാദ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയിൽ താരങ്ങൾക്ക് ആശങ്കയുണ്ട്. നാട്ടിലേക്ക് മടങ്ങുകയാണെന്ന് താരങ്ങൾ ലങ്കൻ ക്രിക്കറ്റ് ബോർഡിനെ അറിയിച്ചു. ക്രിക്കറ്റ് ബോർഡുകൾ തമ്മിൽ ചർച്ചയാണ്. താരങ്ങളോട് പാകിസ്ഥാനിൽ തുടരാൻ ലങ്കൻ ക്രിക്കറ്റ് ബോർഡ് നിർദ്ദേശിച്ചു.